റാം നാരായൺ റാം. കൃഷ്ണന്റെ വാക്കുകളിൽ സംസ്കാരങ്ങളുടെ അസ്പൃശ്യതയൊന്നും ഉണ്ടായിരുന്നില്ല. അസ്പൃശ്യതയെന്ന ഈ ധാരണ പറഞ്ഞു കേട്ടവരാണ് സൃഷ്ടിച്ചത്. ഗീതയുടെ അർത്ഥം ഒരേ ഒരു വാക്കിലാണ് ഒതുങ്ങുന്നത്: മാമേകം ശരണം വ്രജ. ഇതിന് പുറമെ മറ്റൊന്നും ആവശ്യമില്ല. കൃഷ്ണൻ ആര്? നീ തന്നെ കൃഷ്ണൻ. ഓരോ മനുഷ്യനും കൃഷ്ണനാണ്. അവൻ അനന്തൻ, വർണ്ണരഹിതൻ, നിർവചനത്തിന് അതീതൻ. ഈ കൃഷ്ണനാണ് പറയുന്നത്: സർവധർമാൻ പരിത്യജ്യ. ചീത്തശക്തിയുടെ സ്വാധീനവും അന്ധവിശ്വാസങ്ങളും ഉപേക്ഷിക്കുക. മാമേകം ശരണം വ്രജ. ഇതാണ് മതിയാകുന്നത്. നിനക്ക് എന്നും നീയെക്കുറിച്ചോദിക്കുക. നിനക്കെന്നും ഓർക്കണം നീ കൃഷ്ണനാണെന്ന്. നിന്റെ മനസ്സും ബുദ്ധിയും എല്ലാം നീ അനന്തതയിൽ നിന്നും വന്നതായതിനാൽ ഈ കൃഷ്ണൻ ആലോചിച്ചാലും കണ്ടെത്താനാവാത്തവനാണ്. അവനെയാണ് തേടിയാലും കിട്ടാത്തത്. അവനാണ് യഥാർത്ഥ കൃഷ്ണൻ. ഗീത ത്യാഗമാണ്. ഈ ഗീതയിൽ കൃഷ്ണൻ പറയുന്നു: എല്ലാം ഉപേക്ഷിച്ച് ത്യാഗത്തിൻ്റെ ഭൂമിയിൽ എന്നെ സ്മരിക്കുക. ത്യാഗം തന്നെയാണ് കൃഷ്ണൻ. ജീവാത്മാക്കളും യോഗികളും ഋഷിമാരും ത്യാഗം ഏറ്റെടുത്ത ശേഷമാണ് ഇവിടെ എത്തുന്നത്. എല്ലാവരും ക്രമേണ ത്യാഗത്തിലൂടെയാണ് ഈ വഴിയെത്തുന്നത്. നാം ധരിക്കുന്നത് ത്യാഗത്തിൻ്റെ വസ്ത്രമാണ്. നാം അച്ഛനെയും അമ്മയെയും മുതലാളിയെയും ഉപേക്ഷിക്കുന്നു. ഒന്നും ശാശ്വതമല്ല. പിടിക്കൽ വിടൽ, ഇതിലാണുള്ള രഹസ്യം. ഇതാണ് ഗീത. പരിത്യാഗം ചെയ്ത് സ്മരണം നടത്തുക. അത് എന്തെന്നാൽ നീ ത്യാഗത്തിൽ തന്നെ ആണെന്ന് ഓർക്കുക.